മതപഠനം കുട്ടികൾക്ക് ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഉപരിപ്ലവമായിട്ട് പ്രവർത്തിക്കുന്ന കാര്യമായ കഴമ്പൊന്നുമില്ലാത്ത മറ്റു മതങ്ങളിൽ ചേക്കേറി ജീവിതം നശിപ്പിച്ചു കളയും. അതുകൊണ്ടാണ്, അല്ലാതെ മതം മനുഷ്യനെ നന്നാക്കുകയോ ദൈവം നേരിട്ട് അനുഗ്രഹിക്കുകയോ ഒന്നും ചെയ്യുന്നതുകൊണ്ടല്ല. മതം പഠിക്കേണ്ടത് ആവശ്യം. അവൻ ജീവിതത്തിൽ പല കാര്യങ്ങളും പഠിക്കും. മറ്റു മതങ്ങളുടെ ആ അർത്ഥമില്ലായ്ക മനസ്സിലാകണമെങ്കിൽ ഇപ്പം ഭാരതീയ മതം, നമ്മുടെ മതം പഠിച്ചേ പറ്റൂ. അതാണത് പഠിക്കേണ്ടതിന് ആവശ്യം. അത് ആദ്യമായിട്ട് മതത്തെക്കുറിച്ച് കേൾക്കുന്ന കുട്ടി അത് വളരെ നല്ല മതങ്ങളാണെന്ന് മറ്റ് പല മതങ്ങളും ധരിച്ചു വയ്ക്കും. അതല്ലേ കേട്ടിട്ടുള്ളൂ മതങ്ങളെക്കുറിച്ച്. ഇവിടുത്തെ മതങ്ങൾ കടിച്ചാൽ പൊട്ടാത്ത തത്വശാസ്ത്രമൊക്കെ പറയുന്ന ഒരു മതപ്രസംഗം അമ്പലത്തിൽ നടത്തിയാൽ അത് ഈ ഭൂമിയിൽ ആർക്കും മനസ്സിലാകാത്ത ഭാഷയിലാണ് സംസാരിക്കുന്നത്. അത് വേണ്ട പോലെ പറയാൻ അറിയാവുന്നൊരു വളരെ അപൂർവമേ ഉള്ളൂ മതപ്രസംഗരുടെ കൂട്ടത്തിൽ. അതൊക്കെയാണ് ഈ കുട്ടികൾ മതപ്രസംഗത്തോട് വൈമുഖ്യം പ്രകടിപ്പിക്കുന്നത്. തമാശ രീതിയിൽ, വളരെ രസകരമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞാലേ മതപാഠശാലയിൽ കുട്ടികൾ വരുള്ളൂ. ഇത്രയും കാലം സ്വതന്ത്രമായിട്ട് കഴിഞ്ഞുകൂടിയ ഒരു സമൂഹത്തെ പെട്ടെന്ന് മതത്തിൽ കെട്ടിടാൻ പറ്റുകയില്ല. രാജകുമാരന്മാർ വളരെ ലേസിയായിരുന്നു. അവർക്ക് പഠനത്തിലൊന്നും ഒരു താല്പര്യവുമില്ല. കളിച്ച് കിടക്കുക. രാജ്യഭാരം വഹിക്കേണ്ട കുട്ടികളാണ്. നിവൃത്തിയില്ല, പഠിപ്പിച്ചേ പറ്റൂ. അതിനു വേണ്ടിയിട്ട് എഴുതിയ പുസ്തകമാണ് പഞ്ചതന്ത്ര കഥകൾ. അതിന്ന് കുട്ടികളെക്കാൾ കൂടുതൽ വായിക്കുന്നത് മുതിർന്നവരാണ്. അത്ര രസകരമാണ് അതിൻ്റെ കഥയുടെ ആ ഒഴുക്ക്. ഓരോ കഥകളും വളരെ രസകരമാണ്. പേനും ഞണ്ടും മൂട്ടയും ഒക്കെയാണ് കഥാപാത്രങ്ങൾ. നമ്മൾക്ക് തോന്നുകയില്ല അത് അവരൊക്കെയാണെന്ന്. അത് വായിച്ചെങ്കിൽ അതിൻ്റെ രസം അറിയാൻ പറ്റും. അത്ര ഉയർന്ന ആശയങ്ങൾ കുത്തിച്ചെലുത്തി ഉണ്ടാക്കിയതാണ്. അത് രാജകുമാരന്മാർ ആ പുസ്തകം മുഴുവൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് പഠിത്തത്തോട് താല്പര്യം വന്നു. ബാക്കിയുടെ പഠിച്ചു. രാജ്യഭാരം ഏറ്റെടുക്കാൻ തക്ക നിലയിലേക്ക് ഉയർന്നു അറിവിൻ്റെ കാര്യത്തിൽ. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം കുട്ടികൾക്കുള്ള ക്ലാസ്സുകൾ തയ്യാറാക്കാൻ മതപാഠശാലകളിൽ. കുട്ടികൾ അത് പഠിക്കാൻ വരാൻ ബഹളം ഉണ്ടാകും വീട്ടിൽ, നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാമെങ്കിൽ. തത്വശാസ്ത്രം ഒന്നും കുട്ടികൾക്കും ദഹിക്കില്ല. അത് വലിയ കാര്യങ്ങളാണ് പറയുന്നത് ഭഗവത്ഗീതയ്ക്കകത്തൊക്കെ. അത് പദ്യം കുറേ കാണാതെ പഠിച്ചുകൊണ്ട് വരണമെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും വേണ്ടത്ര സുഖകരമായിട്ട് തോന്നുകയില്ല കുട്ടികൾക്ക്. പഠിക്കാനുണ്ട് സ്കൂളിലെന്ന് പറയും. വളരെ രസകരമായ രീതിയിൽ അത് അവതരിപ്പിക്കാൻ പറ്റണം. നമ്മുടെ കഥാപാത്രങ്ങളെക്കുറിച്ച് പ്രത്യേക ക്ലാസ് എടുക്കണം. ശ്രീരാമനെക്കുറിച്ചും ലക്ഷ്മണനെക്കുറിച്ചും സീതയെക്കുറിച്ചും പിന്നെ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെക്കുറിച്ചും വളരെ രസകരമായിട്ട് കഥകൾ വാങ്ങാൻ കിട്ടും. ഇല്ല, തനിയെ ഉണ്ടാക്കി പറയണം. നല്ല നല്ല ഭാഷയിൽ നല്ല രസകരമായിട്ട് കൊച്ചു കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ അവരെ രസിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയെങ്കിലേ മതപാഠശാലകൾ ശരിക്കും വിജയിച്ച് പോകാൻ പറ്റൂ. അങ്ങനെ പഞ്ചസാരയിൽ പൊതിഞ്ഞ കഴിക്കുന്ന ഗുളിക കുട്ടികൾക്ക് കൊടുക്കുന്നത് പോലെ വേണം മതപാഠശാലകൾ നടത്താൻ. ഇപ്പം നടത്തുന്നത്, നീ അടുത്ത ഞായറാഴ്ച വരുമ്പോഴേക്കും ഒരു 10 ശ്ലോകം ഭഗവത്ഗീതയ്ക്കകത്ത് ഇന്ന ശ്ലോകങ്ങൾ കാണാതെ പഠിച്ചുകൊണ്ട് വരണം. ഇല്ലേ ശകാരിക്കും പഠിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ. കുട്ടിക്ക് വേറെ സ്കൂളിലെ പഠിക്കാൻ കാണും. സ്കൂളിലെ പഠിക്കാൻ മാർക്ക് കിട്ടും, അവനറിയാം. മറ്റേടത്ത് എന്നാ കിട്ടാനാ? മാർക്ക് കൊടുത്താലും സ്കൂളിനെ 1ാം പ്രാധാന്യം കൊടുക്കുകയുള്ളൂ കുട്ടി. അവന് ആ കഥകൾ, പഞ്ചതന്ത്ര കഥകൾ, ഈ ആദ്യം ഈ പാഠശാലകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ പഞ്ചതന്ത്ര കഥകൾ 3 ആവർത്തി വായിക്കണം. അതിന് ഗദ്യം കിട്ടും. നല്ല ബുക്ക്, വലുതും ചെറുതും ഒക്കെ ഉണ്ട്. അത് വാങ്ങിച്ച് 3 ആവർത്തി വായിക്കണം. എന്നിട്ടിതെങ്ങനെയാണ് കാര്യങ്ങൾ, ഗൗരവമുള്ള കാര്യങ്ങൾ പഞ്ചസാരയെ പൊതിഞ്ഞ് കുട്ടികൾക്ക് കൊടുക്കുന്നതെന്ന് പഠിക്കണം.
ഇല്ലാതെ ഇത് മതപാഠശാല ഇല്ല, അത് മതം പഠിപ്പിക്കണമെന്നും പറഞ്ഞ് മുന്നോട്ട് വന്നാൽ ഒക്കുകയില്ല. മറ്റ് പല മതഗ്രന്ഥങ്ങളും കഥകൾ ഒത്തിരിയുണ്ട്, അനുഭവങ്ങൾ ഒത്തിരിയുണ്ട് പറയാനവർക്ക്. അതൊക്കെ പറഞ്ഞ് പിള്ളേരെ ആകാംക്ഷയുള്ളവരാക്കി മാറ്റും. അങ്ങനെയാണ് പഠിച്ചു പോകുന്നത്. ഇത് ഗൗരവമുള്ള രീതിയിലേ പറയൂ. മതപ്രസംഗം ക്ഷേത്രത്തിൽ നടത്തിയാൽ ഈ ലോകമേ മിഥ്യയാണെന്ന് ആദ്യം പ്രസംഗിക്കുന്നത്, ഈ കാണുന്ന ഒന്നും ഉള്ളതല്ല എന്നൊക്കെ പറയുന്ന ഒരു രീതി മുമ്പുണ്ടായിരുന്നു. ഇപ്പം അമ്പലത്തിൽ ദേവന്മാരെ ഒന്നും കയറ്റി കയറാത്തതുകൊണ്ട് അതൊക്കെ കുറച്ച് പറയുന്നുണ്ട്. ഇപ്പം വെളിയുള്ള നല്ല സന്യാസിമാർ ധാരാളമുണ്ട്. കുളത്തൂർ അദ്വൈതാശ്രമത്തിലെ ആ സ്വാമിയും അതുപോലെയുള്ള കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ വിവരമുള്ളവരാണ്, നല്ല കഴിവുള്ള, നല്ല ആശയപരമായിട്ട് നല്ല പുഷ്ടിയുള്ള സ്വാമിമാരുണ്ട്. അവരോ അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെയോ വിളിച്ച് മതപ്രസംഗം നടത്താമെങ്കിൽ മതപ്രസംഗത്തിനായിരിക്കും കലാപരിപാടിയേക്കാൾ കൂടുതൽ ആൾ കൂടുക. ആ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയാത്തതാണ് ഈ മതപാഠശാലകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുന്നത്. കുട്ടികൾ വരില്ലെന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾ വരണം, അത് പഠിപ്പിക്കുന്ന ആളുടെ ചുമതലയാണ്. അത് വേണ്ട പോലെ പഠിപ്പിച്ചാൽ കുട്ടികൾ രാവിലെ നേരം വെളുത്താൽ ബഹളം ഉണ്ടാക്കും, മതപാഠശാലയിൽ പോകണമെന്ന് പറഞ്ഞ്. ആ ഒരു നിലയിലേക്ക് ഉയർന്നില്ലെങ്കിൽ ഇത് ക്ലാസ് നടത്തി കുട്ടികളിൽ ഈ ഗൗരവമുള്ള നല്ല ഔഷധം കുട്ടിയിൽ കഴിപ്പിക്കാൻ ഒക്കുകയില്ല. അതൊന്ന് അറിഞ്ഞിരുന്നാൽ കൊള്ളാം, ഓർത്തിരിക്കണം. അറിയാമില്ലാഴിയല്ല, ഓർക്കുകയില്ല ഈ കാര്യം. അതാണ് എനിക്ക് കാര്യം. ഓക്കെ.